നമസ്കാരം. തനിക്കെതിരായി ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ വിശദീകരണവുമായി നടൻ ബിജു സോപാനം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്രയും വർഷത്തെ തൻ്റെ കലാജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ആരോപണം നേരിടേണ്ടി വന്നത്. അതോടെ പേടിച്ചുപോയി. ഞാൻ മാത്രമല്ല, എനിക്കൊരു കുടുംബവുമുണ്ട്, ഭാര്യയും മകളും അമ്മയുമുണ്ട്, ഒരുപാട് സഹോദരിമാരും സ്ത്രീ സുഹൃത്തുക്കളുമുണ്ട്. അവരുടെയൊക്കെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പക്ഷേ പരാതിയിൽ പറയുന്നത് പോലത്തെ ഒരു സംഭവമില്ല എന്നുള്ളത് തന്നെയായിരുന്നു തൻ്റെ ധൈര്യമെന്നും ബിജു സോപാനം പറയുകയാണ്. ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അവിടെ നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവർ പറയുന്നത് പോലെയോ എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. അധികം വായിട്ടലയ്ക്കാതെ എന്താണ് നിയമപരമായി ചെയ്യേണ്ടത് നോക്കി അത് കൃത്യമായി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് സംസാരിക്കേണ്ടതില്ല എന്ന ബുദ്ധിപരമായ നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമായി, പക്ഷെ അതിനും പരിധിയുണ്ട്. ലൈംഗിക അതിക്രമം എന്നുള്ളതാണ് പരാതി. അതിപ്പോൾ എത്രയോ മിനിറ്റോളം സൂക്ഷിച്ചു നോക്കിയാലും കൈ ഓങ്ങിയാലും ലൈംഗിക അതിക്രമമാണല്ലോ. ലൈംഗിക അതിക്രമത്തോടൊപ്പം തന്നെ അതെല്ലാം വീഡിയോയിൽ പകർത്തി എന്നുള്ളതുമാണ് എനിക്കെതിരായ കേസ്. ഇതൊക്കെ കേട്ട് മിഥുനത്തിൽ ഇന്നസെൻ്റ് ചേട്ടൻ നിൽക്കുന്നത് പോലെയും കയ്യും കെട്ടി നിൽക്കാനുള്ള കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന ധൈര്യത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോ പകർത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മൊബൈൽ ഫോൺ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അവർ അത് കൃത്യമായി പരിശോധിക്കട്ടെ. ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സമയം എനിക്ക് തരണം. എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നൊന്നും അറിയില്ല. എൻ്റെ കരിയർ നശിപ്പിക്കുന്നത് പോലുള്ള ഒരു ആരോപണമാണ്. ഇത്തരം ഒരു പരാതി കൊടുത്താൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന് അവർക്കറിയാലോ. ഞാൻ എന്ത് ലൈംഗിക അതിക്രമമാണ് നടത്തിയതെന്ന് പരാതി കൊടുത്തവർ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം. ഞാൻ ചെയ്തിട്ടില്ലെന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ കോടതി വഴി തന്നെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമ്പോൾ ആളുകൾക്കും വിശ്വാസമാകും. ശ്രീകുമാറിനെതിരെയും ആരോപണമുണ്ട്. സെറ്റിൽ വാ തുറന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അവൻ. തിരക്കഥ വായിക്കാൻ മാത്രമേ അവൻ വാ തുറക്കുകയുള്ളൂ. അത്തരത്തിൽ ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവനാണ് ശ്രീകുമാർ എന്നും ബിജു സോപാനം. ഈഗോ വിഷയങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അവിടെ ചെറിയൊരു കോക്കാസ് ഉണ്ട്. ഇവനെ അകത്താക്കുമെന്ന് പറഞ്ഞതായി പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും കലാകാരന്മാരല്ലേ, അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായി ചിന്തിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസം. എല്ലാം തുറന്നു പറയണമെങ്കിൽ കേസ് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആരെയും വ്യക്തിപരമായി വിമർശിക്കാനില്ല. ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് പ്രേക്ഷകരോട് ഇപ്പം പറഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നില്ല. എന്നാൽ കോടതി അവസാനം എന്ത് പറയും എന്ന് നോക്കാം. സീരിയലിലെ മക്കൾക്ക് ഈ കേസൊക്കെ വലിയ വിഷമമായി. അവർ നിസ്സഹായാവസ്ഥയിലാണ്. എനിക്ക് നിയമം മതി. കോടതിയിൽ പോയി ഞാൻ നിരപരാധിത്വം തെളിയിക്കും. മറ്റൊരാൾക്കും ഒന്നിൽ ഇതിൽ ചെയ്യാനില്ല. ഞാൻ അറസ്റ്റ് ഭയന്നിട്ടില്ല. കേസ് വന്നപ്പോൾ ഭയന്നു. കാരണം എനിക്ക് എന്ത് FIR കേസ് വന്നപ്പോൾ ജീവിതത്തെ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ 27 വർഷമായി അഭിനയിക്കുന്ന ആളാണ്. എത്ര പേരുടെ കൂടെ അഭിനയിച്ച ആളാണ് ഞാൻ. വൈരാഗ്യ ബുദ്ധിയോടെയാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ബാലുചേട്ടൻ ഇത് ചെയ്യുവോ? എന്താണ് സത്യമെന്ന് തുറന്നു പറഞ്ഞുകൂടി ചേട്ടാ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് മിണ്ടാനാകാത്തത്. നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായ നിയമങ്ങൾ ഇവിടെ വേണം. പക്ഷെ അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നാണ്. കേസ് വന്നപ്പോൾ സിനിമയിലും സീരിയലും അഭിനയിച്ചതിനേക്കാൾ റീച്ച് കിട്ടി. ഇപ്പോഴും ഞാൻ അടങ്ങിയിരിക്കുന്നത് എനിക്ക് എന്നെ നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. സ്ഥാപനത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന കേസാണല്ലോ. അവർ അതുകൊണ്ട് മാറ്റി നിർത്തിയാൽ കുഴപ്പമില്ല. അതാണ് അവർ ചെയ്യേണ്ടത്. അവർ പറഞ്ഞത് നിരപരാധിത്വം തെളിയട്ടെ, എന്നിട്ട് പ്രവർത്തിക്കാമെന്നാണ്. വിഷമമുണ്ട്, പക്ഷെ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഞാൻ തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമാണ്. എനിക്കെതിരെ പോകുമ്പോൾ എൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് അറിയാത്ത ആളല്ലല്ലോ പരാതി കൊടുത്തത്. എന്നെ ആക്രമിച്ചു എന്നല്ല, ലൈംഗിക അതിക്രമം എന്നാണ് കേസ്. ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കേട്ടത്. കേസ് ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ വിഷമമുണ്ടാക്കി. ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു കാണിച്ചാൽ കാര്യമുണ്ടോ? ആർക്കാണ് സന്തോഷമുണ്ടാകുക? കേസിനെക്കുറിച്ച് അറിഞ്ഞു വന്നപ്പോൾ ആകെ പേടിയായിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യ സംഭവമാണ്. മുൻകൂർ ജാമ്യം ലഭിക്കാൻ വലിയ പാടുണ്ടായില്ല. കോടതിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. എന്നെയും ശ്രീകുമാറിനെയും ചേർക്കാൻ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാനും ശ്രീകുമാറും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഈ കേസൊക്കെ അവന് ചിരിയാണ്. അവൻ ആരോടും അധികം സംസാരിക്കാത്ത ഒരാളാണ് എന്നായിരുന്നു ബിജു സോപാനം തുറന്നു പറഞ്ഞത്.